Star Jam with RJ Subbu. ഇന്ന് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ ഓണത്തിന്റെ കാലമാണ്. ഓണത്തിന്റെ കാലം എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു കാലമുണ്ട്. ഈ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഓണവും നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ഇന്ന് ക്ലബ് എഫ്എമ്മിൽ എന്റെ കൂടെയുള്ളത് ഒരു പൂ പോലെ സുന്ദരിയായ നടി. സാധാ ഒരു പൂവല്ലാട്ടോ ഇത്. അമ്മയായും സഹോദരിയായും കാമുകിയായും പോലീസായും ജേർണലിസ്റ്റായും ഒക്കെ ഒറ്റയടിക്ക് മാറാൻ കഴിയുന്ന, വളരെ നിഷ്പ്രയാസം മാറാൻ കഴിയുന്ന ഒരു വലിയ പൂവ്. ആ പൂവിന്റെ പേര് ലെന. എങ്ങനെയാണ് അമ്മയാവാനും കാമുകിയാവാനും ഭാര്യയാവാനും അമ്മുമ്മയാവാനും പറ്റണത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ഒറ്റ വാക്കിൽ വെറൈറ്റിയോടുള്ള കൊതി കൊണ്ടാണ്. ഓക്കെ, ഓണവുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഓണം ഊഞ്ഞാലാടിയിട്ടുണ്ടോ? പൂക്കളം ഇട്ടിട്ടുണ്ടോ? മാവേലി വരുന്നത് കേരളത്തിലെ റോഡിലെ ഏത് കുഴിയിലൂടെ ആയിരിക്കും? ഇപ്പൊ അത്രയും ഗട്ടറുകൾ ഇല്ലാന്ന് തോന്നുന്നു. മാവേലി തകർന്ന് തരിപ്പണമാവാൻ സാധ്യതയുള്ള ഒരു കാര്യം കേരളത്തിൽ വന്നാൽ ഇപ്പോ മീൻസ് ഈ ഓണത്തിന് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ വളരെ വളരെ സ്ലോ ആയിരിക്കും. മാവേലിയോട് ഉപമിക്കാവുന്ന ഒരു മലയാളത്തിലെ നടൻ, കുടവയറുള്ള കൊമ്പമീശുള്ള ഒരാൾ. എനിക്ക് പക്ഷേ ഇന്നസെന്റ് ആയിട്ടേ പറ്റുള്ളൂ. സൂപ്പർ സൂപ്പർ. ഒരു യങ്ങായ മാവേലിയാണെന്ന് വിചാരിക്കും. നമ്മളുടെ എല്ലാ ചിന്തകളെയും തകർത്തൊരു മാവേലി. മീശയില്ല, കുടവയറില്ല, 6 പാക്ക് ഉണ്ട്. അങ്ങനത്തെ ഒരു മാവേലിയാണെങ്കിൽ താങ്കൾ ഏത് നടനെ സജസ്റ്റ് ചെയ്യും? നമുക്ക് സുബുനെ കാസ്റ്റ് ചെയ്താൽ എന്തായാലും എന്നെ ഒരു ന്യൂജൻ മാവേലിയാക്കി എന്നൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് നല്ലൊരു പൂക്കളം ഉണ്ടാക്കാം ഇപ്പോൾ ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിലെ. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് പൂക്കൾ തരും. പക്ഷേ ഈ പൂക്കൾക്കെല്ലാം തന്നെ ഏതോ നടന്മാരുടെ ഒരു സാമ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ നടന്മാരുടെയും സാമ്യമുള്ള പൂക്കൾ ലെന തെരഞ്ഞെടുക്കണം. റെഡി? കൊള്ളാം. സാധാരണ അടിപൊളി അടിപൊളി അടിപൊളി. അയ്യോ, ഇത് ഇത്തിരി കടുപ്പാണ്. കുഴപ്പമില്ല, പക്ഷെ താങ്കൾക്ക് പറ്റും. സിമ്പിൾ. തുടങ്ങിയാലോ? ശരി. കുഞ്ചാക്കോ ബോബൻ ഏത് പൂവുമായിട്ട് ഉപമിക്കും? ചെണ്ടുമല്ലി, പൃഥ്വിരാജ്, ജമന്തി, നിവിൻ പോളി, തുളസി, ദുൽഖർ, മുല്ലപ്പൂ, ആസിഫ് അലി, ചെമ്പരത്തിപ്പൂ. അതെന്താ ആണോ? അതുകൊണ്ട് ധൈര്യമായിട്ട് ചെമ്പരത്തി പൂ വെച്ചെടുത്തു അല്ലെ? ചെവിയില് ഫഹദിനെ ഒരു പൂവായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താണ്, അതൊരു പൂന്തോട്ടമാണോ? ട്യൂബ് റോസ് പോലത്തെ ഒരു ഇതില്ലേ, വെള്ള അരളി പോലത്തെ പൂവ്. ജയസൂര്യ റോസ്. എന്തുകൊണ്ടാണ് ജയസൂര്യ പെട്ടെന്ന് റോസ് ആയത്? കേൾക്കട്ടെ. എനിക്ക് ജയസൂര്യയുടെ കമ്മിറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ജയസൂര്യ നടുവിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പൂക്കളെയും നമ്മൾ ചുറ്റുമിട്ടൊരു പൂക്കളം ഉണ്ടാക്കി. ഇപ്പൊ ക്ലബ് എഫ്എം സ്റ്റാർ ജാമിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ഫൈൻ. എന്തായാലും ഇത് ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ വാക്കുകൾ കൊണ്ട് ഒരു പൂക്കളം ഉണ്ടാക്കി എന്നോടൊപ്പം ഇവിടെ മാത്രം ടൺ കണക്കിന് ആര് പറയും? അതുകൂടെ കൂട്ടി പറയൂ. ടൺ കണക്കിന് ഫൺ. True or false? True or false? ഇനി ക്ലബ് എഫ്എം സ്റ്റാർ ജാമിൽ ട്രൂ ഓർ ഫോൾസിന്റെ ടൈമാണ്. ഒരു ഓണം സ്പെഷ്യൽ ട്രൂ ഓർ ഫോൾസ്. എന്നോടൊപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള ലെന. ഹായ് ലെന. ഞാൻ വളരെ ലക്കി. ട്രൂ ഓർ ഫോൾസ്? ബിഗ് ബി എന്റെ ബിഗ് ലക്ക്. ന്യൂജൻ സിനിമകൾ എനിക്കൊരു ന്യൂ ജീവിതം തന്നു. ഞാൻ പെട്ടെന്ന് കരയില്ല. ഞാനൊരു ചൂടൻ സ്വഭാവക്കാരി. എന്തുകൊണ്ട് പെട്ടെന്ന് കരയില്ല? സാധാരണ പെണ്ണുങ്ങൾ കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച ഒരു കാവ്യഭാവനയുണ്ട് നമ്മൾക്ക്. എവിടെയാണ് ലെന പെട്ടെന്ന് കരയാത്ത വിധം ബോൾഡ് ആവാനുള്ള റീസൺ എന്താണ് താങ്കളുടെ ലൈഫിൽ? ഞാൻ ഓമനത്തിങ്കൾ പക്ഷി എന്ന് പറയുന്ന ഒരു സീരിയൽ ചെയ്തു. അതിലെന്റെ കണ്ണുനീർ മുഴുവൻ തീർന്നു പോയി. അല്ലാണ്ട് കരയാൻ അറിയാണ്ടല്ല. എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല. ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ ഉള്ള ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആണ്. എന്റെ കൂടെ സ്കൂൾ ടൈം തൊട്ട് കൂടെയുള്ള ഫ്രണ്ട്സ് ആണ്. സിനിമയിലെ ഏറ്റവും ആത്മസുഹൃത്ത് ആരാണ്? സിനിമയിൽ അങ്ങനെ ആത്മസുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനസാക്ഷി സൂക്ഷിക്കാനൊന്നും ആരുടെയും കൊടുക്കാറില്ല. പക്ഷെ ഒരുപാട് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിലാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം പേരുടെ ഗുഡ് വിഷസും. അവരെല്ലാവരും, ഞങ്ങളൊരു വീഡിയോ എടുത്തിരുന്നു എല്ലാവരുടെ വിഷസ് ആയിട്ട്. സത്യത്തിൽ അത് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയധികം ഇൻഡസ്ട്രി സപ്പോർട്ട് കിട്ടിയപ്പോ. എന്ത് ബിസിനസിന്റെ കാര്യം അത് പറഞ്ഞില്ലല്ലോ എന്റെ അടുത്ത്. ഞാനൊരു സ്ലിമ്മിംഗ് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴിക്കോട്. പേര് ആകൃതി. ആകൃതി വരുത്താൻ വേണ്ടി. ആകൃതി ഉള്ളവർക്ക് കുറച്ചും കൂടിയും ഡിഫൈൻ ചെയ്തെടുക്കാം, ഇല്ലാത്തവർക്ക് ആകൃതി വരുത്തിക്കാം. എന്റെ വോയിസ് വളരെ സെക്സി. എനിക്ക് എന്റെ ശബ്ദം തീരെ ഇഷ്ടമല്ല. പണ്ട് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടമാണ്. അതുകൊണ്ട് ട്രൂ അല്ല ഫോൾസോ അല്ല. ജൂഡോ പഠനം എന്റെ ആത്മധൈര്യം കൂട്ടി. യെസ്, മ്യൂസിക് എനിക്ക് ഓക്സിജൻ പോലെ. ഏറ്റവും കൂടുതൽ ശ്വസിക്കുന്നത് പാട്ടാണോ? എനിക്ക് പഠിക്കാൻ പാട്ട് ആവശ്യമായിരുന്നു. പഠിക്കുന്ന സമയത്ത് റിലാക്സ് ചെയ്യണമെങ്കിൽ പാട്ട് വേണം, ഉറങ്ങണമെങ്കിൽ പാട്ട് വേണം. പിന്നെ രാവിലെ എണീറ്റ് ചിലപ്പോൾ നമ്മൾ ഇത്തിരി ഡൾ മൂഡിലാണെങ്കിൽ പാട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ലൈവ് ആവും. ഞാൻ കുറെ സിനിമ കാണും. ഫോൾസ്. സിനിമ കാണാറില്ലേ? കാണാറുണ്ട്, പക്ഷെ വളരെ സെലക്റ്റീവ് ആണ്. ഫുഡിനോട് ഏറ്റവും ആർത്തി ലൊക്കേഷനിൽ മാത്രം? എല്ലായിടത്തും ഉണ്ട്. നല്ല ആർത്തിയാണല്ലേ? ഞാനൊട്ടും ഫാഷനബിൾ അല്ല. കുട്ടിക്കാലത്ത് മിറർ കണ്ടാൽ ഞാൻ അപ്പോൾ ആക്ട് ചെയ്യും. ട്രൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം മുണ്ടും നേരിയതും. അതിലാണ് ഏറ്റവും സുന്ദരി. ഡെഫിനറ്റ്ലി ഇന്ത്യൻ വെയറിൽ അതാണ്. ഡേ ടു ഡേ വെയറിൽ എനിക്ക് ചുരിദാറാണ് ഏറ്റവും ഇഷ്ടം. ബെറ്റുണ്ടോ? ഇനി ക്ലബ് എഫ്എം സ്റ്റാർ ജാമിൽ ബെറ്റിന്റെ ടൈമാണ്. ഒരു പക്ഷേ ലെന ഒരുപാട് ബെറ്റുകൾ പങ്കെടുത്തിട്ടുണ്ടാവും, ജയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ട്? ഇല്ല, ഞാൻ ബെറ്റിന് പോവാത്ത ആളാണ്. എത്ര ഷുവർ ആണെങ്കിൽ ബെറ്റിന് പോവാറ്. ഞാൻ നല്ലപോലെ പാടുന്ന ആളായതുകൊണ്ട് ഞാനൊരു പാട്ടിന്റെ BGM കേൾപ്പിക്കും. ആ പാട്ട് ഏതാണ്, ഏത് മൂവിയാണ്, ആരാണ് പാടിയത് ഒക്കെ തിരിച്ചറിയണം. പാടിയത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്നാ ഓക്കെ, ഒരു ഓണം ഓഫർ ഉണ്ട്. പാട്ട് ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. യെസ്, ഞാൻ പ്ലേ ചെയ്യട്ടെ. തോറ്റേ ഞാൻ പറയുന്നത് വോക്കലി ചെയ്യണം സ്പോട്ടില്. എനിക്ക് നല്ല സുഖമില്ലാതെ വന്നാലോ? മുൻകൂർ ജാമ്യം കാര്യത്തിൽ മാത്രം മുൻകൂർ ജാമ്യം ഇല്ല.
സൂപ്പർ, കിട്ടി. എനിക്ക് ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലായി ഇത് കണ്ടെത്തിന്ന്. ഒരിക്കലും ഇല്ല. ഏയ് അപ്പൊ ഇത് വിജയത്തിന്റെ ഒരു ഇതാണല്ലോ കാണിച്ചത്, ഒരു മുദ്രക്കാണ് കാണിച്ചത്. എഴുന്നേറ്റ് പോടാ സുബു, ഞാൻ കണ്ടെത്തിയറാ, നീ ആരടാ എന്നൊരു ചോദ്യമാണല്ലോ മുഖത്ത് വിരിഞ്ഞത് ഇപ്പൊ തന്നെ. ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി ദൈവം ഇങ്ങനെ ഒരു പാട്ടുണ്ടോ. ഓക്കെ, അപ്പൊ തോറ്റു. നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്തേ കണ്ണനു കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം. ഓക്കെ, ഇത് താങ്കളുടെ ആദ്യ മൂവി സ്നേഹമല്ല, താങ്കളുടെ ഹീറോയിനായിട്ട് വന്ന മൂവി. രണ്ടാം ഭാവത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജൻ പ്രമോദ് ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഫോട്ടോഗ്രാഫർ ലാലേട്ടന്റെ മൂവിയാണ്. നല്ല പാട്ടാണ്. ഇത് ക്ലബ് FM ആണ്, സ്റ്റാർ ജാം ആണ്. ബെറ്റിൽ തോറ്റ എന്നോടൊപ്പം ലെന. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏത് ടൈപ്പ് പാട്ടാണ്? ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് FM ആണ്. റിയലി ഞാൻ ആക്ച്വലി എന്റെ കയ്യിലൊരു സോണിയുടെ റേഡിയോ ഉണ്ട്. അതെനിക്ക് ഫോണിൽ കേൾക്കാൻ ഇഷ്ടമല്ല റേഡിയോ. ഞാൻ വിചാരിച്ചതാണ് വരുമ്പോ തന്നെ കുറെ സോപ്പിന്റെ പാക്കറ്റ്സ് വലിച്ചെറിഞ്ഞ പോലെ തോന്നി. എനിക്ക് മനസ്സിലായി സത്യം. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട് ലെനയുടെ കാര്യത്തിൽ. ഞാൻ ലെനയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താങ്കൾ ഏതൊരു ഇന്റർവ്യൂവിൽ അസാധ്യമായി പാടിയിരിക്കുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അതെന്തോ പറ്റിക്കൽ പരിപാടിയാണ്, കാരണം ഈ ഒരു ശബ്ദത്തിൽ നിന്നും ആ ഒരു പാട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇപ്പൊ പാട്ട് പാടാം. ഇപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. നോ. ഇപ്പൊ കേട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും ഇല്ല. ഈ ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും കേൾക്കുന്ന എല്ലാവരും ലക്ഷക്കണക്കിന് മലയാളികൾ കൈയടിച്ചിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ പാടണം. തോറ്റല്ലോ. വടക്കിനി പൂമുഖത്തന്നൊരിക്കൽ ഞാനിടം വലം നോക്കാതെ കാത്തുനിന്നു, കാണാതെ വന്നു കണ്ണൊന്നു പൊത്തി, മെല്ലെ മെല്ലെ നീ തഴുകി, ആരും ആരും കാണാതെ. സൂപ്പർ. സ്റ്റാർ ജാമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നടി ഇത്രയും എല്ലാവരും പാടിയിട്ടൊക്കെ ഉണ്ട്, വളരെ ഫീൽ ചെയ്ത് പാടിയിട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് പാടിയ ആളുകൾക്ക് ഇഷ്ടം പോലെ. എങ്കിലും ഞെട്ടിപ്പിച്ച് നമ്മളെ പാടിയത് ലെനയാണ്. അത് സത്യമാണ്. ഓണത്തിന് സത്യമാണോ? ഓണത്തിന് യെസ്, എന്തായാലും ഓണത്തിന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾക്ക്. ഇനി ക്ലബ് FM സ്റ്റാർ ജാമിലേക്ക് 47. എന്റെ കയ്യിലെ ഒരു ഗണ്ണുണ്ട്, പക്ഷേ ലെനയെ പോലെ വളരെ ധീരയായ ഒരു യുവതിയെ എങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുക? സർ, ബുള്ളറ്റ് പ്രൂഫ് കൊണ്ടുവരാൻ മറന്നു. അത് താങ്കൾ വാക്കുകളുടെ ഒരു കവചം ഉണ്ടാക്കുന്ന എനിക്കറിയാം. യെസ്, എന്റെ ആദ്യ ചോദ്യം, ദുൽഖർ ജയസൂര്യ ആരുടെ അമ്മയായപ്പോഴാണ് കൂടുതൽ സന്തോഷം ഫീൽ ചെയ്തത്? തോന്നിയില്ല. എന്തുകൊണ്ട്? ദുൽഖർ ഇപ്പോ കുറച്ച് നാളായിട്ടുള്ളൂ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ജയസൂര്യ വന്നിട്ട് കുറെ നാളായി. അപ്പൊ നമുക്ക് സ്ക്രീൻ ഏജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ദുൽഖർ എന്നെക്കാളും മച്ച് യങ്ങർ ആണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. നാടൻ മോഡേൺ ചെയ്യാൻ ഏറ്റവും ഈസി ഏതാണ് താങ്കൾക്ക്? നാടൻ. സീരിയൽ സിനിമ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എവിടെ? സീരിയൽ. ബുദ്ധി തന്റെ ഇടം ലെനയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത്? എങ്ങനെ പറഞ്ഞാലും കൊടുങ്ങുമല്ലോ ഇത്. ബുദ്ധി. തന്റെ ഇടം കുറവാണോ? അപ്പോ പിന്നെ ഡെഫിനറ്റ്ലി എന്റെ ബുദ്ധിയേക്കാളും കുറവാണ്. ബോയ് ഗേൾ, ഗേൾ ഗേൾ. ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ്, ഏറ്റവും സ്ട്രോങ് ആയ ഫ്രണ്ട്ഷിപ്പ് എവിടെയാണ് ഉണ്ടാവുക? ഗേൾ ഗേൾ. സത്യമാണ്. സത്യം. ഓപ്പോസിറ്റ് സെക്സിന് പ്ലാറ്റോണിക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇതിൽ എപ്പോഴും ഒരു സ്ട്രെസിന്റെ എലിമെന്റ് ഉണ്ടാവും. ഓ, സൈക്കോളജിക്കൽ ഡീൽ. ഇപ്പോ അല്ലാതെ ലെനയെ കൂടുതൽ വായി നോക്കുന്നത് 20-നും 25-നും ഇടയിൽ പ്രായമുള്ളവർ, 30-നും 40-നും ഇടയിൽ പ്രായമുള്ളവർ? 25-നും 40-നും ഇടയിലുള്ള പ്രായമുള്ളവർ. അതെനിക്ക് ഇഷ്ടമായി. അമ്മ കാമുകി ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഏതാണ്? രണ്ടും ഇഷ്ടമല്ല. മാവേലി വാമനൻ ആരാണ് യഥാർത്ഥത്തിൽ ശരി? എന്താ പറയാ, ഓണത്തിന് ഇനി മാവേലിയുടെ സൈഡ് എടുത്തില്ലെങ്കിലേ അത്ര നന്നാവില്ല. അങ്ങനെ മാവേലി. സ്റ്റേറ്റ് അവാർഡ് കേട്ടപ്പോ ആദ്യം ഫീൽ ചെയ്ത് ചിരി, പുച്ഛം. സ്റ്റേറ്റ് അവാർഡ് കേൾക്കുന്നതിന് മുമ്പ്, ഈ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു, TV ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഓ, ഞാനിത് എന്തിനാ അല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലേ, ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനേ എന്നെ ആരും ഇതുവരെ ന്യൂസിലൊന്നും വിളിച്ചിട്ടില്ല, അതുവരെ ഉറപ്പിക്കാൻ വരട്ടെ. ഇല്ല, ഇവിടെ കാണിച്ചു കഴിഞ്ഞു, സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫൈനലി റിസൾട്ട് വന്നു. അവാർഡ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും, അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പരിസരത്ത് ഞാൻ നോക്കാറില്ല. സ്റ്റേറ്റ് അവാർഡ്, ചിരി, പുച്ഛം, ഏതാണ് താങ്കളുടെ ആൻസർ എന്ന് കിട്ടിക്കഴിഞ്ഞു? ക്ലബ് FM സ്റ്റാർ ജാമില് ഇനി ജാം ജ്യൂസർ. ജ്യൂസ് അടിക്കപ്പെടാൻ പോകുന്നത് ഞാനാവാൻ സാധ്യത വളരെയേറെയുള്ള ഒരു ഗെയിമാണ്. എന്റെ കൂടെ ലെന ഉണ്ട്. ലെന ലൈൻ അടിച്ചതിന്റെ എണ്ണം പെട്ടെന്ന് പറയൂ. 0. പെട്ടെന്ന് മൈക്കിന്ന് ബൂന്ന് ശബ്ദം വന്നു. നോണ പറഞ്ഞ അപ്പൊ മൈക്ക് ബൂന്ന് ശബ്ദം ഉണ്ടാക്കും. ഫുൾ ടൈം സുബു സംസാരിക്കുമ്പോ ബൂന്ന് കേട്ടോണ്ടിരിക്കണല്ലോ. കൂടെ ഇരിക്കുന്നതിന്റെ ഗുണം കണ്ടോ? ആള് മാറി തുടങ്ങി. ദാവീദ് ആൻഡ് ഗോലിയാത്ത് മൂവിയിൽ താങ്കൾ ഫുൾ ടൈം വെള്ളമടിക്കുന്ന ഒരു കക്ഷിയാണ്. റിയൽ ലൈഫിൽ എത്ര പെഗ് വരെ പോകും? ഞാൻ വെള്ളമടിക്കാറില്ല. അത്രമാത്രം ന്യൂജൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു നടി. തരി പോലും ഒരു ബിയർ പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു ഇതിനോടൊക്കെ കൗതുകം തോന്നി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൗതുകം തോന്നി ട്രൈ ചെയ്ത ഏതായിരുന്നു? ബിയർ. സ്പിരിറ്റില് ലെനയുടെ അടുത്ത് മിസ്
ബിഹേവ് ചെയ്യുന്ന ഒരു പയ്യനെ ലെന ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട്. റിയൽ ലൈഫിൽ ഇതുപോലെ ആരെങ്കിലും അങ്ങനെ ബിഹേവ് ചെയ്തിട്ട് ലെന ഓടിച്ചിട്ട് അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും? അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് തന്നെയാണ് എന്റെ ഒരു ബേസിക് ഉള്ളിലെ മെന്റാലിറ്റി. അങ്ങനെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇടി ഉറപ്പാണ് അവന്. സ്പോട്ടിൽ ഇടിച്ചാ കൊള്ളാം. അപ്പൊ ഞാനിപ്പോ ശ്രദ്ധിച്ചിരിക്കണം താങ്കളുടെ അടുത്ത്. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വന്നപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നു. ചുമ്മാ പറയുന്നുണ്ടോ? ഇയോബിന്റെ ബുക്കില് ബ്ലാക്ക് മാജിക് വിശ്വാസമുണ്ടോ അതിലൊക്കെ? പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സയൻസ് ആണ്. യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല റിയൽ ലൈഫ്. തിരിച്ചടി കിട്ടാൻ താല്പര്യമില്ല. വേണ്ട. എത്ര മലയാളം ഫിലിം ചെയ്യണം ഒരു ഹിന്ദി മൂവിയുടെ പ്രതിഫലം കിട്ടാൻ? വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തിൽ ലെനക്ക് ആദ്യം കിട്ടിയ പ്രതിഫലത്തിന്റെ തുക ഒന്ന് പറയും. ഇപ്പൊ വാങ്ങുന്നത് എത്രയാണ്? ഞാൻ പറയാൻ പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ഇൻകം ടാക്സിന്റെ സമയമാണ്, ഞാൻ പറയില്ല. പെൺ സ്വാതന്ത്ര്യം കുറവാണോ കൂടുതലാണോ നമ്മുടെ നാട്ടിൽ? ചില സമയത്ത് തോന്നും കുറച്ച് കൂടുതലാണ്, ചില സമയത്ത് തോന്നും കുറവാണ്. ഏത് സമയത്താണ് കൂടുതലായി തോന്നുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാരെ ലീഗലി ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. അതേ സമയത്ത് സ്ത്രീകൾക്ക് റോഡിലിറങ്ങി ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. താങ്കൾ സൈക്കോളജി പഠിച്ചൊരു കക്ഷിയാണ്. ഞാൻ കുറച്ച് ആളുകളെ തരും, ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതി അവരുടെ സൈക്കോളജി. രാഷ്ട്രീയക്കാർ, പൊളിറ്റിക്കൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കോംപ്രമൈസ് കം എല്ലാവരെയും ഒന്ന് ആരെയും മുഷിപ്പിക്കാതെ നടക്കുകയും വേണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. സിനിമാ നടിമാരുടെ ജീവിതം ആക്ച്വലി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അവരെ തന്നെ നോക്കണം, അവരുടെ ഇമേജ് നോക്കണം. ഇപ്പോൾ ഇന്റർനെറ്റും കൂടെ ഉള്ളത് കൊണ്ട് വളരെ വളരെ കെയർഫുൾ ആയിട്ട് ഓരോ മിനിറ്റും ജീവിക്കണം. ന്യൂജൻ താരങ്ങൾ, എനിക്ക് തോന്നുന്നു അവർക്ക് ലൈഫ് വളരെ ഈസിയാണ്. മുമ്പത്തെക്കാളും വളരെ ഫ്ലെക്സിബിൾ ആണ് ഇൻഡസ്ട്രി. കേരളത്തിലുള്ള ആണുങ്ങൾ എല്ലാവരും സുബുവിനെ പോലെ വളരെ സൽസ്വഭാവമുള്ള വളരെ വെൽ മാനേർഡ് ആയിട്ടുള്ള ഇത്ര ഡീസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കേരളം എന്നേ നന്നായി പോയാലേ. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ സ്റ്റാർ ജാമില് ജാം ജ്യൂസർ പരിപാടി വളരെ പെട്ടെന്ന് നിർത്താണ്. കാരണം ഇത് നല്ല നിലയ്ക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്റ്റാർ റേറ്റിംഗ്. ഇനി ക്ലബ് എഫ്എംഎൽ സ്റ്റാർ ജാമൽ സ്റ്റാർ റൈറ്റിംഗിന്റെ ടൈം എന്റെ കൂടെ ലെന എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കാരണം ലെന അതിഭീകരമായിട്ട് ഇങ്ങനെ സോപ്പിട്ട് സംസാരിക്കുന്ന ഒരു കക്ഷിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. അല്ല, സത്യങ്ങൾ മാത്രം പറയുന്ന ആളാണ് അല്ലെ. ലെനയുടെ പേര് മാറ്റി സത്യവതി. ഇനി ഞാൻ ഒരു 6 നായികമാരെ തരും. താങ്കളുടെ കൂടെ അഭിനയിച്ച ആളുകളാണ്. എല്ലാവർക്കും ഔട്ട് ഓഫ് 10 താങ്കൾക്ക് തോന്നിയ ഒരു മാർക്സ് തരണം. ആ സമയത്ത് ആ സിനിമയിൽ ആ ക്യാരക്ടറിന്. നിക്കി ഗൽറാണി, വെള്ളിമൂങ്ങ, നിത്യ മേനോൻ 9 മാർക്ക്. എവിടെയാണ് നിത്യ മേനോൻ? വളരെ വളരെ വലിയ മാർക്കാണ് 9. ഒരു ആക്ടർ ഒരു റോള് ഫുള്ളി ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യും. ഇപ്പൊ നിക്കിക്ക് 5 എന്ന് പറഞ്ഞാൽ നിക്കിക്ക് ഡയലോഗ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. പത്മപ്രിയ, ഇയോബിന്റെ ബുക്ക് 8. എവിടെയാണ് നിത്യാമേനേക്കാൾ 1 മാർക്ക് പത്മപ്രിയ കുറഞ്ഞത്? എവിടെയോ എനിക്കൊരു 1 മാർക്കിന്റെ കുറവ് തോന്നി. നമിത പ്രമോദ്, ട്രാഫിക്. പറയൂ, താങ്കളുടെ മകൾ. ട്രാഫിക്കിൽ നമിതയ്ക്ക് 10 കൊടുക്കാം. ട്രാഫിക്കിലെ നമിതയ്ക്ക് 10 ഞാൻ അംഗീകരിക്കുന്നു. ടോട്ടൽ നമിതയ്ക്ക് എത്ര കൊടുക്കുന്നു? 8. മമത മോഹൻദാസ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കൺട്രീസിൽ ഞാൻ മമതയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. മമത ഭയങ്കര ബബ്ലി എനർജറ്റിക് പേഴ്സൺ ആണ്. 9 കൊടുക്കാം. മഞ്ജു വാര്യർ എന്നും എപ്പോഴും 10 കിട്ടാൻ മാത്രം എന്താണ് മഞ്ജു വാര്യർക്കുള്ള പ്രത്യേകത? അതും കൂടെ പറയുന്നു. അത് എന്നും മഞ്ജു വാര്യർ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സ്റ്റാർ ആയിട്ടാണ്. യെസ്, ഇത് ക്ലബ് എഫ് എം ആണ്, സ്റ്റാർ ജാം ആണ്. വളരെ വളരെ ലോജിക്കലി മാർക്സ് കൊടുത്ത് എന്റെ കൂടെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ PG നേടിയിട്ടുള്ള ലെന അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ. ലെന, അത്തം മുതൽ തിരുവോണം വരെ പെട്ടെന്ന് പറയൂ, കേൾക്കട്ടെ. അയ്യോ, ചോദിക്കരുത്. ഞാനേ അതിനൊക്കെ റീസൺ ഉണ്ട് പറയാൻ. പറഞ്ഞോളൂ. കേരളത്തിലല്ല, കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. തോറ്റോ? ഇതിലും തോറ്റോ? തോൽക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഓണം വെക്കേഷനിൽ നാട്ടിൽ വരുമ്പോ പൂ പറിച്ചിട്ടില്ല. തുമ്പ മുക്കുറ്റി കണ്ടിട്ടുണ്ടോ? കുളത്തിൽ ടയറൊക്കെ ഇട്ട് ചാടിയിട്ടുണ്ടോ ഫ്രണ്ട്സിന്റെ കൂടെ? ആമ്പല് പൊട്ടിച്ചിട്ടുണ്ടോ? ഈ ഇല്ല എന്ന് പറയുന്ന കാസറ്റ് എപ്പോഴെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടോ? കാസറ്റ് ഒക്കെ പോയിട്ട് കുറെ കാലമില്ലേ? പെൻഡ്രൈവിലല്ലേ? ഓക്കെ, ഇല്ല എന്ന് പറയുന്ന പെൻഡ്രൈവ് വിഴുങ്ങിയിട്ടുണ്ടോ? കുട്ടിക്കാലത്തില്ല, ഇപ്പൊ ഈ അടുത്ത് വിഴുങ്ങിയിട്ടുണ്ട്. ഓക്കെ, മാവേലിക്ക് നമുക്കൊരു വൈഫിനെ കൊടുക്കാം. ഒരു കഥകളിലും മാവേലിയുടെ വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്ന് ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമില് ഒരു മാവേലിക്ക് വൈഫുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് ഏത് നടിയെ ലെന മാവേലിക്ക് വൈഫായിട്ട് കൊടുക്കും? ലെനയെ കൊടുക്കും. മാവേലിക്കാണ് ഞാൻ പറഞ്ഞത്, മൈക്കിൾ ജാക്സൺ. ലെനയ്ക്ക് എന്താ കുറവ് മാവേലിയുടെ വൈഫായാലും? ഇത് ഓണത്തല്ല, സ്റ്റാർ ജാമാണ്. മലയാളത്തിൽ നിന്ന് ഒരു ശരി, സൗന്ദര്യം കൊണ്ട് ഞാൻ വേണമെങ്കിൽ അംഗീകരിച്ചു. പക്ഷേ മനസ്സുകൊണ്ട്, ക്യാരക്ടർ കൊണ്ട് എവിടെയാണ് താങ്കൾ മാവേലിക്ക് സൂട്ടായത്? മാവേലി നന്മയുള്ള മനുഷ്യനാണ്. ഞാനും നന്മയുള്ള ഒരു സ്ത്രീയാണ്. ഓക്കെ, മാവേലി വളരെ ഉദാര മനസ്കനാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും ഓണം ഉണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു നിലയ്ക്കും വഴങ്ങുകയോ അടുക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തിനാ മാവേലിക്ക് വൈഫ് കൊടുക്കുന്നത്? അതെ, ഈ വഞ്ചിയെ നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ. അപ്പൊ നമ്മളുടെ സ്റ്റാർ ജാം 3 മണിക്കൂർ നമ്മൾ ഒരുമിച്ചാണ്. എന്താണ് താങ്കളുടെ ഫീൽ? പറയൂ. സുബുവിനെ കുറിച്ച് ഞാൻ ഈ ഷോയിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. എല്ലാം സത്യമാണ്. സുബു വളരെ 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 നല്ലൊരു ചെറുപ്പക്കാരനാണ്. ശരി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സുബുവിന്റെ അച്ഛനും അമ്മയ്ക്ക് അഭിമാനിക്കാം. ഞാനത് സമ്മതിച്ചു. ഞാൻ ചോദിച്ചത് നമ്മുടെ സ്റ്റാർ ജാം ഇപ്പൊ സുബു അല്ലെങ്കിൽ വേറെ ആൾ വന്നാൽ നമ്മുടെ ഷോയുടെ മൊത്തം പാറ്റേൺ, താങ്കളുടെ ഉണ്ടായ ഫീൽ ഒക്കെ പറഞ്ഞോളൂ. എനിക്ക് എപ്പോഴും സന്തോഷമാണ് സ്റ്റാർ ജാമിൽ വന്ന് പങ്കെടുക്കാൻ. സമയം പോകുന്ന അറിയില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ അടുത്ത ഒരാഴ്ചത്തേക്ക്
ഹൈ വോൾട്ടേജ് ആയി. സെപ്റ്റംബർ 9 വരെ ആ വോൾട്ടേജ് വേണം നമ്മളുടെ ഷോപ്പ് തുറക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ ഓണമാണ്, എന്ത് പറയുന്നു താങ്കളുടെ സുഹൃത്തുക്കളോട്, മലയാളികളോട്? എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇത്രയും കാലമായിട്ട് എന്നെ സ്നേഹിച്ചതുപോലെ, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് പോലെ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇനിയും തുടരണം. ആൻഡ് വിഷ് യു ഓൾ എ വെരി 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 ഹാപ്പി ഓണം. ടൺ കണക്കിന് ഫൺ മ്യൂസിക്കലി ഒരു പാട്ട് പോലെ പെട്ടെന്ന് പാടൂ, കേൾക്കട്ടെ. ടൺ കണക്കിന് ഫൺ 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 ഫൺ